റിയാലിറ്റിയെ തെറ്റായ രീതിയിൽ പെർസീവ് ചെയ്യാൻ കാരണമാകുന്ന ചില ചിന്തകളെയാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുക. അത്തരം ചിന്തകൾ നമ്മുടെ ലൈഫിനെ കൂടുതൽ ചലഞ്ചിങ്ങും കൂടുതൽ ഡിസ്ട്രെസ്ഫുൾ ആക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം തോട്ട് പാറ്റേൺസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്തരം ചിന്തകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ചില പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് അല്ലെങ്കിൽ ഓൾ ഓർ നൺ തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് കാര്യങ്ങളെ എക്സ്ട്രീംസിൽ മാത്രം കാണാനുള്ള നമ്മുടെ പ്രവണതയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ പാർട്ട്ണർ എൻ്റെ ബർത്ത്ഡേ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഫെയിലിയർ ആണ്, ഒരു പരാജയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയാം. അതുപോലെ തന്നെ എൻ്റെ പാർട്ട്ണർ എനിക്കൊരു സമ്മാനം മേടിച്ചു തന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ അതും നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ആണെന്ന് പറയാം. രണ്ടാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെയാണ് നമ്മൾ കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്നത്. അതായത് ഒരു സാഹചര്യത്തിൽ ഏറ്റവും മോശം കാര്യം സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും അതിൻ്റെ ഭാഗമായി ചെറിയ കാര്യങ്ങളെ വലുതായി ഊതിപ്പെരുപ്പിക്കാൻ കാണിക്കുന്ന പ്രവണതയാണ് നമ്മൾ കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെറിയൊരു തലവേദന വരുമ്പോൾ തന്നെ അത് ബ്രെയിൻ ട്യൂമർ ആണെന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ താൻ ഉടനെ മരിക്കാൻ പോവുകയാണ്, ഇനി ഒരുപാട് കാലം ജീവിക്കാനില്ല എന്നൊക്കെ വിശ്വസിക്കുന്നതിനെയാണ് നമ്മൾ കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്നത്. അടുത്തൊരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് പേഴ്സണലൈസേഷൻ. അതായത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തം തനിക്കാണ് എന്ന് വിശ്വസിക്കുക. ഉദാഹരണത്തിന്, മറ്റൊരാൾ വിഷമിച്ചിരുന്നാൽ യാതൊരു കാരണവും തെളിവോ ഇല്ലാതെ താനാണ് അതിന് കാരണക്കാരി എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പേഴ്സണലൈസേഷൻ എന്ന് പറയാം. മറ്റൊരു കോമൺ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് ഓവർ ജനറലൈസേഷൻ. അതായത് ഒരു മോശം ഇവന്റ് സംഭവിച്ചു, അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ഇവന്റ്സ് എല്ലാം അതുപോലെ തന്നെ മോശമായിരിക്കും എന്ന് വിശ്വസിക്കുന്നതിനെയാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ഈ എക്സാം ഫെയിലായി, അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാംസ് എല്ലാം ഫെയിൽ ആകും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത്. ഇത്തരം കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക. ഇത്തരം സൈക്കോളജി ആൻഡ് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.